ഫ്രണ്ട്സ്, ENJ ഹോം കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് ഫ്രൈ ആണ്. 1 കിലോ ബീഫിൻ്റെ ഫ്രൈ ആണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ കുക്കറിലേക്ക് ഇടുവാണ്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പറയാം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 സ്പൂണ് ഉപ്പ്, കുറച്ച് ഗരം മസാല ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ ഗരം മസാല ഞാൻ ഉപയോഗിക്കുന്നു. പിന്നെ കുറച്ച് കായം ഒരു ചെറിയ ഞുണ്ട്. അതിന് ശേഷം മീറ്റ് മസാല ഒരു 2 സ്പൂണ്. പിന്നെ നമ്മൾ വറുക്കുമ്പം കുറച്ച് വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. 1 സ്പൂൺ മല്ലിപ്പൊടി. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഒരു 10 മിനിറ്റ് നേരം നമ്മൾ ചുമ്മാ അടച്ച് വെക്കണം. അതിന് ശേഷം കുറച്ച് കരിവേപ്പില ഊരി ഇങ്ങനെ ഇട്ടതിന് ശേഷം വേണം നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമ്മൾ 8 വിസിൽ വരുന്നവരെ വേവിക്കണം. എന്നെങ്കിൽ മാത്രമേ ഈ ഇറച്ചി വെന്ത് വരുവത്തുള്ളൂ. 10 മിനിറ്റ്. ഇത് നമ്മൾ എണ്ണയ്ക്കകത്ത് വറുക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങയുടെ കൊത്ത് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതേ രീതിയിൽ തന്നെ അരിയണം. പിന്നെ 3 പച്ചമുളകുണ്ട്. ചുമന്നുള്ളി അത്യാവശ്യം നമുക്ക് ഇഷ്ടം പോലെ എടുക്കാവേ. എത്ര വേണമെന്നൊന്നുമില്ല. പിന്നെ അത് അത്യാവശ്യം കരിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂണ്, പിന്നെ കുരുമുളക് പൊടി അത്യാവശ്യത്തിന്. കുരുമുളക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കുരുമുളക് കൂടുതലായിട്ട് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമ്മൾ 2 സ്പൂൺ കുരുമുളക് ഉപയോഗിക്കണം. ഇത് നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത്. വിറകടുപ്പിലൂടെ ഒരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വറുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിക്കാൻ പോവാണ്. വറുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണയ്ക്കകത്തേക്ക് നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഉള്ളി മാറ്റിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ കൊത്തിടുകയാണ്. അതിനുശേഷം വഴറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് മീറ്റ് മസാലയുടെ പൊടി ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് ഒരു ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർക്കാൻ വേണ്ടിയിട്ട് അത് നന്നായിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം ഈ ഇറച്ചി നമുക്ക് ഇതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കുക്കറിലിരിക്കുന്ന ഇറച്ചി ഉരുളി ചേർത്തിട്ട് അതവിടെ കിടന്ന് ഫ്രൈ ആകട്ടെ. അതിന് ശേഷം അവിടെ കിടന്ന് ഫ്രൈ ആകണം. കുറച്ച് സമയം ഫ്രൈ ആവുക, അത്ര സമയം ഫ്രൈ ആകട്ടെ. കുരുമുളകിൻ്റെ ആ ഇത് ഫ്ലേവറും അതുപോലെ കരിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാത്തിൻ്റെയും ഫ്ലേവർ ഇതിനകത്ത് പിടിച്ചിരുന്നിട്ട് ഫ്രൈ ആകട്ടെ. അടുപ്പോൾ തന്നെ കിടന്ന് ആകട്ടെ. നന്നായിട്ട് ഫ്രൈ ആയിട്ട് കുറച്ച് കറിവേപ്പില ഇടണം. കുറച്ച് ഉള്ളി വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതും കൂടി ചേർത്ത് നമുക്ക് ഇളക്കണം. നമ്മുടെ ബീഫ് വരട്ടി ഇത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക്, കമൻറ്റ്, ഷെയർ, കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക് യു.